നമസ്കാരം എരിഞ്ഞാവളക്കാരൻ വീണ്ടും വന്നിട്ടാ നമ്മളെ കൂടെ എവിടെ നമ്മളെ കൂടെ നമ്മളെ മൂത്തോല അപ്പൻ്റെ ഒപ്പായി പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ നിന്ന് മുടി വെട്ടിക്കാണ്ട് ഇവിടെ വന്നേക്കാ. അപ്പൊ എന്നിട്ട് വെച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടിയ സ്ഥലം ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലമാണ് സ്പോട്ടാ. അപ്പൊ അവിടെ വന്ന് അവിടുത്തെ ചേട്ടന്മാരുടെ മുടി വെട്ടണമെന്ന് പറഞ്ഞത്. അപ്പൊ എന്തിനുണ്ടാ നിനക്ക് നാട്ടിൽ വെട്ടിക്കൂടെ? അപ്പൊ ഇവിടെ ആ കട്ടിങ് ശരിയില്ലാന്ന്. എന്തിട്ട് കട്ടിങ്? അപ്പൊ ബുള്ളറ്റ് കട്ടിങ് നടന്നെന്ന് പറഞ്ഞേ. എന്തിട്ടാ? ബുള്ളറ്റ് മുടി എന്തോ മുള്ളറ്റ് കട്ടിങ്ങാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ സ്പോട്ടിലെ ചെക്കനോട് വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു ആ ചേട്ടാ കൊണ്ടുപോരെന്ന് പറഞ്ഞു. അപ്പൊ അത് വെട്ടാനുള്ളൊരു പോക്കാണ് പോണത്, വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ പിന്നെ ഞാനും കിച്ചപ്പനും കൂടിയിട്ട് നേരെ വിട്ടുവിട്ടാ. നമ്മുടെ അഭിഷേകത്തിൽ തന്നെയാണ് ഈ സ്പോട്ട് വരട്ടെ. ഞാൻ അവനും കൂടി നടന്നു പോയി. അപ്പനും മോനും കൂടി ഇങ്ങനെ പുറത്താനും പറഞ്ഞ് നടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ കിട്ടില്ല. ഇപ്പോഴേ അപ്പൻ്റെ ഒപ്പമായി, വേറെ നോക്കാനില്ല. പിന്നെ സ്പോട്ടിനെ കുറിച്ചിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ടീമുകൾ സ്പോട്ട് തേടി പിടിച്ച് പോകാന്നുള്ളത് പറയണേ, വേറെ നോക്കണ്ട. കിച്ചപ്പൻ അവിടെ ചെന്ന് മുടി വെട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല അവർ മുടി വെട്ടി കഴുകി വൃത്തിയാക്കി വാഷ് ചെയ്ത് റെഡിയാക്കി അങ്ങോട്ട് കൊടുക്കൂട്ടാ. അപ്പൊ അവിടെ ചെന്നപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടാ മെനിക്വയർ പെഡിക്വയർ ആദ്യം 100 റംസ് ഉണ്ടായിരുന്നു, ഇപ്പൊ 75 റംസ് ഉള്ളൂ. അതിൻ്റെ ഒപ്പം അവർ എന്താ പറയുക കട്ടിങ് ഷേവിങ്ങിന്റെ എന്താ പറയുക കോംപ്ലിമെന്ററി ഇതും കൂടി കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഒരുപാട് ഓഫറുകൾ അവിടെ നടക്കുന്നുണ്ടാ. ഇതാണ് ചെക്കൻ്റെ ഫൈനൽ ലുക്ക് ഇട്ടാ. വേറെ എന്തിട്ട് വേണ്ടേ? ഞാൻ അതിൻ്റെ ഒപ്പം വെട്ടിട്ടാ. അപ്പൊ വീട്ടിട്ട് അങ്ങോട്ട് പോകാം.